സർക്കാർ ഗവർണർ പോരെ ഒരു ഭാഗത്തും ഗവർണർ SFI പോരെ മറുഭാഗത്തും നടക്കുന്നതിന്റെ അവസാന ഭാഗമെന്ന നിലയിൽ കേരള ഗവർണർക്ക് Z+ സെക്യൂരിറ്റി അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്താണ് Z+ സെക്യൂരിറ്റി? എന്തൊക്കെയാണ് ഇത്തരമൊരു സെക്യൂരിറ്റി കവറിന്റെ പ്രത്യേകത? പരിശോധിക്കാം. ഇന്ത്യയിൽ SPG കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സെക്യൂരിറ്റി കാറ്റഗറിയാണ് Z+. തീവ്രവാദ ഭീഷണി നേരിടുന്ന രാഷ്ട്രീയ നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ തുടങ്ങിയവർക്കാണ് ഇത്തരത്തിലുള്ള സുരക്ഷ നൽകുന്നത്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് തുടങ്ങിയ കേന്ദ്ര സായുധ പോലീസ് സേനകളിൽ നിന്നാണ് Z+ വിഭാഗത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സാധാരണയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. VIP, VVIP സുരക്ഷകൾക്കായി പ്രത്യേക പരിശീലനം നേടിയ കമാൻഡോകളായിരിക്കും ഇത്. 55 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ 10 NSD കമാൻഡോകളും അടങ്ങുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത്. 5 ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ അടക്കമുള്ളതാണ് ഇവരുടെ കാറ്റഗറി. ഇന്ത്യയിൽ 40-ലധികം പേർക്ക് Z+ സുരക്ഷ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, യോഗി ആദിത്യനാഥ്, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, മുകേഷ് അംബാനി എന്നിവരടങ്ങുന്നതാണ് ലിസ്റ്റ്. 3 ഷിഫ്റ്റുകളായാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാവുക. SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വാഹനത്തിൽ നിന്നിറങ്ങി പ്രതിഷേധിച്ചു. റോഡരികിൽ ഇരുന്നാണ് ഗവർണർ പ്രതിഷേധിച്ചത്. പോലീസിന്റെ നടപടിയിലും ഗവർണർ പ്രതിഷേധിക്കുകയും പോലീസിനെ ശകാരിക്കുകയും ചെയ്തു. കൊല്ലം നിലമേലായിരുന്നു നാടകീയ സംഭവങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.